ബിഗ് ബോസ് കുനിപ്പിക്കിംഗ് സെഗ്മെന്റിലോട്ട് സ്വാഗതം. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ പേരിട്ടതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിറ്റ് പിക്കിംഗ് ആണ്. ഞാനായിട്ട് കുനിറ്റ് കണ്ടുപിടിക്കുന്നതാണ്, നിറ്റ് പിക്കിംഗ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ എനിക്ക് പേടിക്കേണ്ട ആളുകൾ ഇത് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ സീസണിൽ നടക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഷോ മൊത്തം എന്തിനോ വേണ്ടി ആയി, വെറും മണ്ടനായി. ഞാൻ കഴിഞ്ഞ സീസൺ ആദ്യമായിട്ട് കാണുന്നത്, ഈ സീസൺ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്, വലിയ മണ്ടനമായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ബട്ട് ദർ ഇസ് എൻ എക്സ്ട്രീം ഫോർ സച്ച് സം തിങ്സ്. കുറച്ച് ഷോയ്ക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ബിഗ് ബോസ് അവിടെ കിടന്ന് ഇപ്പൊ സിബിനെ പുറത്താക്കുന്നത് വരെയും ഉള്ളതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതിനുശേഷം ഇപ്പോൾ അഖിൽമാരാർ വന്നിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇതൊരു റിയാക്ഷൻ വീഡിയോ തന്നെ ആയതുകൊണ്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് പറയാം. രണ്ട് കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് പൊളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇത് ടോട്ടലി ഒരു ബയാസ്ഡ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അഖിൽമാരാറിന്റെ ലൈവിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതിന് മുമ്പ് എനിക്ക് ഹിറ്റായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വരണം. ഒന്ന്, കഴിഞ്ഞ ആഴ്ചത്തെ അതായത് സാറ്റർഡേ ബിഗ് ബോസ് എപ്പിസോഡാണ്. ഞാൻ ശരിക്കും പൊട്ടനായിട്ടിരുന്നിട്ടാണ് ഈ അഖിൽമാരാറിന്റെ ഇതൊന്നും കാണുന്നതിന് മുമ്പേ തന്നെയാണ് ഞാൻ ആ ഇതിന്റെ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ റിയാക്ഷൻ ചെയ്യുമ്പോൾ വളരെ കൺവിക്ഷനോടുകൂടി ഞാൻ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ്, മറ്റേ ജിൻഡോ പിടിച്ച് വലിക്കുന്ന കേസ്, മറ്റേ മുടിമ പിടിച്ച് വലിക്കുന്ന കേസ്, ഇതിനൊക്കെയുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇത് അടുത്ത ദിവസം വെച്ച് സൺഡേ പൊളിക്കാതിരിക്കാൻ സാധ്യതയില്ല. ലോജിക്കലി അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അല്ലാണ്ട് പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കണേന്നുള്ളത് സൺഡേ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ. സംതിങ് ഈസ് റോങ് വിത്ത് ദ ഷോ എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റ് ഒന്നും അറിയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് മനസ്സിലായി. അതായത് ഒരു സാധാരണ രീതിയിൽ നോക്കുന്ന രീതിക്ക് എനിക്ക് മനസ്സിലായി. നോർമൽ പ്രേക്ഷകർ ഇതെന്ത് ഇവർ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഷോയിൽ നിന്ന് കാണിക്കണേ എന്നുള്ളത് ചിന്തിച്ചു. ഈ പുറകെ കിടക്കുന്ന പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല. അതേപോലെ തന്നെ സിബിന്റെ പുറത്തോട്ട് വരുന്ന വീഡിയോസ്. അപ്പൊ സിബിൻ പുറത്തോട്ട് വരുന്നതിന് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒന്നാവശ്യം ഈ ഇങ്ങനെ സിബിനെ പുറത്താക്കണം എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ ചെയ്തതായിട്ട് ഞാനിതിനെ കണ്ടിരുന്നില്ല. ഞാൻ വിചാരിച്ച സിബിനെ ഒരു ഈക്വൽ, ഒരു ജാസ്മിനെതിരെ ഒരു പവറായിട്ട് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിബിനെ എന്താണ് നല്ല രീതിക്ക് ഒന്ന് എന്താ പറയുക, സിബിനെയും കൂടി ഒന്ന് ചവിട്ടിയുണ്ട്. സിബിനാണെങ്കിൽ കുറച്ചധികം ഹൈറ്റിൽ അങ്ങ് നിൽക്കുമല്ലേ, കൈൻഡ് ഓഫ് എല്ലാവരും സിബിനെ ഒരു കരിസ്മാറ്റിക് ലീഡറായിട്ട് ഒന്ന് പൊങ്ങി വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ അഖിൽമാരാറിന്റെ ഒരു ലെവലിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അപ്പൊ ഈ ഒരു ടെൻഷൻ ബിഗ് ബോസിന് വന്നുകൊണ്ട് സിബിനെ ഒരു റീസൺ വ്യക്തമായ കാരണം അല്ല, സിബിന്റെ ഏകദേവരെടുത്ത കാരണം അതിനേക്കാളും വലിയ ഉച്ചാളിതരങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇത് കാരണമാക്കണമെന്ന് വെച്ചാൽ കാരണമാക്കാം, ആക്കണ്ടേന്ന് വെച്ചാൽ ആക്കണ്ട. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആക്കിയതിന് ഞാൻ കണ്ട ഒരു ബിഗ് ബോസ് പ്ലാൻ ഇങ്ങനെയായിരുന്നു. അതായത് നേരെ കൊണ്ടുപോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, സിബിനെയും ജാസ്മിനെ പോലെ ഒന്ന് ചവിട്ടിയിടാം, പിന്നെ സിബിൻ എനിക്ക് പൊങ്ങി കഴിയുമ്പോൾ ഇവരെ രണ്ടുപേരും അത്യാവശ്യം പവർ ടവേഴ്സ് ആയിട്ട് കൊണ്ടുപോകാം, അങ്ങനെ ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചെന്നാണ് ഞാൻ ഈ ഗെയിമിനെ കണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സിബിൻ എടുത്തിട്ട് അകാരണമായിട്ട് ചൊറിഞ്ഞു. അപ്പൊ ഈ ചൊറി ഓൾറെഡി സിബിൻ കണ്ടുകൊണ്ടാണ് അകത്തോട്ട് കയറിയേക്കണേ. ജാസ്മിന്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഒരു പുറത്തെ ട്രാജിക് അവസ്ഥ എന്താണെന്നുള്ളത് സിബിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് വീണ്ടും സിബിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞ ഡിറ്റോ സാന്നിധ്യം മുന്നത്തെ വീഡിയോ ഉണ്ട്. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കരുതിയത് കൊണ്ടാണ് സിബിൻ ഒരു ഇത്തിരി ഡാർക്ക് മനഃപൂർവ്വം ഇട്ടത്. സിബിൻ അതിന്റെ ഭാഗമായിട്ട് കാണിച്ച അഭിനയമായിട്ടാണ് ഞാൻ ഹാലുസിനേഷനും കാര്യങ്ങളൊക്കെ കണ്ടത്. പുള്ളി കുറച്ചൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് കയ്യിൽ നിന്ന് പാളിപ്പോയി, ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കി. ആ പുറത്താക്കിയ ഭാഗത്തിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിരുന്നില്ല. ആ കാരണമാണ് അഖിൽമാരാർ വന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഏകദേശം ധാരണയായത്. അപ്പൊ ആദ്യമേ പറയട്ടെ, അഖിൽമാരാറിന്റെ ക്രെഡിബിലിറ്റിനെ പറ്റി എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം ഞാൻ അഖിൽമാരാറിനെ വെറുത്തുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എല്ലാം സോഷ്യൽ മീഡിയയിലുള്ളത് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ന്യൂസ് നോക്കുന്ന ഒരു മനുഷ്യനൊന്നുമില്ല. റെയറായിട്ട് ചില സമയങ്ങളിൽ ചില സീസണുകളിൽ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലായിരിക്കും കൂടുതൽ നോക്കുന്നത്, ചിലപ്പോൾ കുറച്ച് ആളത്തേക്ക് നമ്മൾ മൂവീസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതിലായിരിക്കും അപ്പം എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറത്തു പോയിട്ട് കളിക്കുന്നതായിരിക്കും, കൂട്ടുകാരോട് കൂടുന്നതായിരിക്കും. അങ്ങനെ ഓരോ സമയത്തും ഓരോ ഇത് പിടിക്കുന്നതുകൊണ്ട് കൺസിസ്റ്റൻസി ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ കഴിഞ്ഞ തവണ അഖിൽമാരാർ ഇറങ്ങിയ സമയത്ത് ഞാൻ എന്താ പറയുക, അതിന് മുന്നേ അഖിൽമാരാർ ഈ ഷോയിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംഖ്യയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം 1-2 തവണ അങ്ങനത്തെ കൂടുതലും ഇതിന് പ്രത്യേകിച്ച് ആധാരങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് എൻ്റെ തിങ്കിങ് അതാണ്. അഖിൽമാരാർ എന്ന് പറഞ്ഞ സംഖ്യ വരുന്നുണ്ടല്ലോ, അപ്പൊ എന്നുള്ള രീതിക്ക് സംഖ്യ എന്ന് പറഞ്ഞിട്ട് സംഖ്യകളുടെ ഭാഗത്തോട്ട് വരരുത്. ഞാൻ ബേസിക്കലി സംഘപരിവാറുമായിട്ട് താല്പര്യം കുറവുള്ളത് മാത്രം പറഞ്ഞു, നോ പൊളിറ്റിക്സ്, ഫോർഗെറ്റ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷെ അകത്ത് കീഴിവിടെ കംപ്ലീറ്റ്ലി തിരിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിന്യൂസ് ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ അഖിൽമാരാർ ഒരു വ്യക്തി തന്നെയാണ്. നല്ല ക്ലാസ് ആയിട്ടാണ് എനിക്ക് ആ ഷോ പോകുന്നതായിട്ട് തോന്നിയതും. ഞാൻ അതിനെ പരമാവധി പോസിറ്റീവായിട്ട്, മിക്കപ്പോഴും ഷോ പോരാ, ക്വാളിറ്റി പോരാ, കാരണം എൻ്റെ ആദ്യത്തെ ഷോ ഞാൻ ആദ്യമായിട്ട് കണ്ട ബിഗ് ബോസ് ഷോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് മനസ്സിലായ കാര്യമുണ്ട്, ഇയാൾ അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ആകെ എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരു വിന്നർ മെറ്റീരിയലോട്ട് അയാൾ വരുമ്പോൾ ആ ട്രാൻസിഷന് കൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിരുന്നതുകൊണ്ട്. ഇന്നതൊക്കെ എടുത്ത് കാണുമ്പോൾ എനിക്ക് തന്നെ
എന്താണ് കുറച്ച് ക്രിഞ്ച് അടിക്കുക, ഇത്രയൊക്കെ ഒരാൾ പോലത്തെ ആവശ്യം ഉണ്ടായിരുന്നവർ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ആ ഒരു ഫേസിലായിരിക്കും കൂടെ ഈ ഷോ കണ്ടുകൊണ്ട് പോകുന്ന സമയത്ത് പറഞ്ഞു പോയതാണെന്ന് ഇപ്പം ഇത് വീണ്ടും കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ആ ക്രിഞ്ച് അങ്ങ് മാറിയിട്ടുണ്ട്. അന്ന് എൻ്റെ കുറ്റമൊന്നുമല്ല, നമ്മളത് ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും. കാരണം ഇന്ന് തന്നെ ഇങ്ങേര് വന്നിട്ട് ഇപ്പം ഈ ഇത്രയും പറയേണ്ട ഒരു ആവശ്യമില്ല. അയാളുടെ ക്രെഡിബിലിറ്റിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. അഖിൽമാർ വളരെ ജെനുവിൻ ആയിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഇയാൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കണ്ടാൽ അറിയാം. മാത്രമല്ല ഇതിനു മുമ്പുള്ള റോബിനെ പോലെയോ മറ്റുള്ളവരെ പോലെയോ ഈ ഷോ കഴിഞ്ഞവിടെ താനൊരു ദൈവമായിരുന്നോ സൂപ്പർ ഹീറോ ആയിരുന്നോ അല്ലെങ്കിൽ ഒരു വമ്പൻ സെലിബ്രിറ്റി ആയിരുന്നോ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഇനിയുള്ള കാലം ജീവിക്കാമെന്നോ ഒന്നും കരുതിയിട്ടില്ല. വ്യക്തമാണ് ഞാൻ റോബിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലുള്ള വൃത്തികേടുകളൊന്നും കാണിക്കാതെ പുള്ളിയുടെ ഒരു ക്ലാസ് പിടിച്ചിട്ട് പുള്ളിയുടെ ഡയറക്ഷനോ വാട്ടവർ ഇട്ടീസ് അതിലോട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് കുറച്ച് തുടക്കത്തിൽ ഇനാഗ്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിനെ അധികം അങ്ങനെ കണ്ട് വെറുപ്പിക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ ഫോളോ ചെയ്യാത്തതാണാവോ, എന്തായാലും ഒട്ടും ഫോളോ ചെയ്യാതെ എത്ത ആളായിരുന്നു റോബിൻ. പുള്ളിയുടെ വെറുപ്പിക്കല് ഇടിച്ച് കയറി എല്ലായിടത്തും വന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അത്ര അതുപോലെ ഒന്നും വെറുപ്പിക്കാതിരുന്ന ഒരു മനുഷ്യനാണ്. സോ പിന്നെ ഇന്ന് പുള്ളി പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ജെന്യുവൻ ആയിട്ട് തന്നെ തോന്നി. കാരണം ഇതിനു മുമ്പ് നമ്മളൊരു 100 ദിവസം ഈ വ്യക്തി എങ്ങനെ ഓരോ കാര്യം കൊണ്ട് റിയാക്ട് ചെയ്യുന്ന വളരെ ക്ലോസ്ലി കണ്ടുകൊണ്ട് തന്നെ ഈ മൊത്തം അഖിൽമാരാർ പറഞ്ഞ കേസിനെ ഞാൻ ശരിയായിട്ട് അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. റിയാക്ഷനിൽ എന്താ പറയുക, കാരണം ഒന്ന് ആലോചിക്കും, പുള്ളി പറയുന്നത് ശരിയാണ്. ഇപ്പം പുള്ളിക്കാരൻ്റെ ഇതുവരെയുള്ള ഡ്രീം അതായിരുന്നു. ഒരു പടം പുള്ളിക്കാരൻ വിചാരിച്ച പോലെ മര്യാദയ്ക്ക് വിജയിച്ചിട്ടില്ല. ഇനി വീണ്ടും ചെയ്യാമോന്ന് ഇത്രയും ഹൈപ്പ് ഉണ്ട്, ഓക്കെ, ഇത്രയും പ്രേക്ഷകരെ കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിനെ പിണക്കിക്കൊണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറെക്കുറെ അപ്രാപ്യം തന്നെയാണ്. അതിനിപ്പോൾ ഒരുപാട് അറിവൊന്നും വേണ്ട. ഒരു ബേസിക് എന്താ പറയുക, നമ്മൾ നോക്കിക്കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് മീഡിയ ഭീമിനെതിരെ ഒന്നും ചെയ്യേണ്ട അഖിൽമാരാറിന് പറ്റില്ല. പക്ഷേ അയാളുടെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന് ഒരു ബിഗ് സല്യൂട്ട്. ഐ മീൻ അതൊന്നും പറയാനില്ല. അഖിൽമാരാർ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൊള്ളാം. ഹീസ് എ നൈസ് ജെന്റിൽമാൻ. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പറഞ്ഞ കാര്യങ്ങളാണ് അഖിൽമാരാർ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ. അതായത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നുള്ള കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് പൈസ കൂടുതൽ കൊടുത്തിട്ട് ആളുകളെ കയറ്റുക. അത് വിശ്വസിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അഖിൽമാരാർ പറഞ്ഞതിന് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. പുള്ളിക്കാരൻ ഒരു വികാര വിസ്ഫോടനം പോലെയാണ് പറഞ്ഞത്. കാരണം ആരൊക്കെയോ പുള്ളിനെ കയറി വീണ്ടും മാന്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. റോബിനെ പോലെ തന്നെ ഏഷ്യാനെതിരെ നന്ദിയേട് കാണിച്ചു എന്ന ഡയലോഗ് അടിച്ചതിന് അത് തുടങ്ങുന്നതിന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ തുടങ്ങുന്നത്. അപ്പം പുള്ളീനെ പിടിച്ച് മാന്തിയിട്ടുണ്ട്. പുള്ളി അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. കാരണം പുള്ളി നഷ്ടപ്പെടുത്താൻ സ്റ്റേക്ക് വെച്ചിരിക്കുന്ന സാധനം വളരെ വലുതാണ്. പുള്ളിയുടെ ലൈഫാണ്. ഇതുവരെ പുള്ളി അച്ചീവ് ചെയ്തുകൊണ്ട് കരുതിക്കുന്ന സാധനമാണ് എടുത്ത് വെച്ചേക്കുന്നത്. എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈസ് എ നൈസ് ജെന്റിൽമാൻ, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പൈസയുടെ കാര്യമാണ്. അതെന്തായാലും സംഭവിച്ചു കാണാം. കാരണം പുള്ളിക്കാരൻ പേര് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്ത് ഇറങ്ങിപ്പോയി കണ്ടുപിടിക്കാവുന്ന രീതിക്കാണ് അഖിൽമാരാർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്നത്. അത് ഒളിച്ചും പാത്തും ഈസ്റ്റർ എക്സ് ഇട്ട് വെച്ചേക്കുന്നൊന്നുമല്ല. പുള്ളിയുടെ വികാര വിസ്ഫോടനത്തിൽ പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം പൈസയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുള്ളി എന്താണ് പറയുക, അപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് കിട്ടുന്നതിനേക്കാളും 3 ഇരട്ടി കിട്ടിയ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്നും അതിന് ഷെയർ വാങ്ങുന്നുണ്ടെന്നും. അതായത് ഒരു വ്യക്തിനെ അവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിൽട്ടർ ചെയ്ത് പോയി കിട്ടാതിരിക്കത്തൊന്നുമില്ല. ഒരുപാട് പേര് കരിനിഴലിലാകും, ശരിയാണ്. ഇങ്ങനെയൊക്കെ കാർഡടിച്ച് വെടിവെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് വിടും. പക്ഷെ കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ എവിടെയൊക്കെ വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഇത്ര ഭാരമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ഫിൽട്ടർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആരാണ് ആ വ്യക്തിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കില്ല. ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. എനിക്ക് എന്തായാലും വയ്യ. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ എന്തായാലും ചെയ്യും. നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ കൂടുതൽ നിനക്ക് ഇത്രയും സാലറി ഓഫർ ചെയ്യുന്നു, അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എനിക്ക് തന്നെ എന്നുള്ളത് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ അതിൽ തന്നെ ഒരു വുമൻ ഇഷ്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ലെങ്കിലും ഉണ്ടായി ഇല്ലയോ എന്ന് പോലും ഞാൻ ആലോചിക്കുന്നില്ല. പക്ഷെ എനിക്ക് അഖിൽമാരാനുള്ള ഒരു അഭിപ്രായം, അഭ്യർത്ഥന, നമ്മുടെ പൈസയുടെ കാര്യം പോലെയല്ല. ഇതിപ്പോൾ ഒരുപാട് പേര് പെട്ടു. ഈവൻ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ കുറേ ആൾക്കാരുടെ ബിഗ് ബോസിന് ഫേവറേറ്റീസ് ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ ആൾക്കാർ പറഞ്ഞു വിടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനി ഒരു സ്ലഡ് ഷേമിംഗ് കൂടി കയറി വരും. ബെറ്റർ ടു ക്ലാരിഫൈ ദാറ്റ്. ഇതൊരു ഇരുതലവാളാണ്. ഒന്നാമത്തെ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരും ഇടപെടത്തില്ല. ഇതുപോലെ തുറന്ന് പറയാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നും എനിക്ക് കാര്യം പറയാൻ പറ്റത്തില്ലെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവൻ നശിപ്പിക്കുന്ന പോലെ, പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജീവൻ നശിപ്പിക്കുന്ന പോലെ. ഈ സ്റ്റക്ക് ഈ ഇങ്ങനത്തെ ഒരു സീൻ തൊട്ട് കഴിഞ്ഞാൽ ചോര ഒടിഞ്ഞേ പോകത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ന്യായം നോക്കാന്നേ ഉള്ളൂ. ന്യായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയണം ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത്. തെളിവില്ലായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി ഒരുപാട് പേരുടെ തലയിൽ കരിയോയിൽ ഒഴിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നടക്കാൻ പോകുന്നത്. സോ ഐ ബിലീവ് അഖിൽമാരാർ ഹാസ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു ഡിസ്ക്ലോസ് ഈ ഇഷ്യൂ. പൈസയുടെ കാര്യമൊക്കെ ആൾക്കാർ വേണമെങ്കിൽ കണ്ടുപിടിച്ചിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിന്റെ കേസാണ്. സിബിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിബിന്റെ എന്താ പറയുക, കാണിക്കലുകളിൽ കുറച്ച് കയ്യിൽ നിന്ന് പോയി. കാരണം സിബിൻ ഒരു തവണ പോയി ആളെ എന്താ പറയുക സൈക്കോളജിസ്റ്റിനെ കാണുന്നു, തിരിച്ചു വരുന്നു, അവിടെ തീരുന്നു ഞാൻ കരുതി. സിബിൻ ശ്രമിക്കുന്ന എനിക്ക് തോന്നി. ഇത് എൻ്റെ ജസ്റ്റ് അസംഷൻസ് മാത്രമാണ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു കണക്ട് സം ഡോട്ട്സ്. അപ്പോൾ അവിടെ തീരും എന്നാണ് ഞാൻ കരുതിയത് സിബിന്റെ ഇഷ്യൂസ് ഉള്ളത്. പക്ഷെ തീരുന്നില്ല.
അവിടെയാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രഗ് സ്റ്റോറിയുടെ ഒരു ബിറ്റ് കൊണ്ടിട്ട് ഞാൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും. സിബിൻ ഓൾറെഡി ട്രോമ ഉണ്ടായിട്ടുണ്ടെന്ന് മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് പോലെ ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഒബ്വിയസ്ലി എന്താണ് സിബിൻ എക്സ്പോസ് ചെയ്ത് അവൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇത് യൂസ് ചെയ്തതാണോ ഡ്രഗ് ചെയ്തു എന്ന് അഖിൽമാരാർ പറഞ്ഞതുകൊണ്ടും ഇത് ഈ ഒരു സ്ഥലത്ത് എനിക്ക് പ്ലേസ് ചെയ്ത ലോജിക്കലായിട്ട് തോന്നുകൊണ്ടും ഐ മൈറ്റ് ബിലീവ് ദിസ്. കാരണം പുള്ളിക്കാരൻ കുറച്ച് ആ രണ്ടാമത്തെ വരവിന് ശേഷം പുള്ളി കൺട്രോൾ ഇല്ലാതെ കയ്യിൽ നിന്ന് പോണ പോലെയായിരുന്നു. ഞാൻ അഭിനയമായിട്ട് തന്നെ വിചാരിച്ചിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ തോന്നി ഇതൊരു കുനിപ്പറച്ചിലായിട്ട് മാത്രം കണ്ടാൽ മതി. അതിൽ കൂടുതലൊന്നും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന കേസല്ലല്ലോ അത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ കണക്ട് ചെയ്യുന്ന വേറൊരു സാധനമുണ്ട്. ഡയറക്ടർ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്, പേരും പറയുന്നുണ്ട് അർജുൻ. എനിക്കറിയത്തില്ല അർജുൻ, പക്ഷെ 5 ഷോയിലുണ്ടായിരുന്ന ഡയറക്ടർ എന്തുകൊണ്ട് വിട്ടുപോയി? ഇത് ആൾക്കാർക്കൊന്ന് ചെകഞ്ഞ് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. പുറത്ത് വരുമായിരിക്കും, ഇത് ഇപ്പം ലൈവ് ഇന്നലെ പുറത്ത് വന്നല്ലേ ഉള്ളൂ. എന്തായാലും ആൾക്കാർ ചെകഞ്ഞു പോകും. അപ്പോൾ ആ ഡയറക്ടർ വിട്ടുപോകുന്നു. ഇത്രയും വലിയൊരു റീസൺ ഈ ഡ്രഗ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സിബിനെ പുറത്താക്കുന്നതിൽ വളരെ വൃത്തികെട്ടൊരു അനീതി കാണിക്കാതെ ഡയറക്ടർ വിട്ടുപോവുക, ക്രിയേറ്റീവ് ഡയറക്ടർ റുബീനെ വിട്ടുപോവുക, ഇതൊക്കെ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒരു കോസ് ഉണ്ട്, ഒരു എഫക്റ്റ് ഉണ്ട്. രണ്ടുകൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ പറയുന്നത് മോഹൻലാലിന് വന്ന ഇമ്പാക്റ്റിനെ പറ്റി പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. അതിലിപ്പോൾ എനിക്ക് ടോട്ടലി ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആണ്. മോഹൻലാൽ നല്ല കാശിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിനു മുമ്പ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇതേ പുച്ഛം തന്നെയാണ് തോന്നിയിരുന്നത്. നമ്മുടെ 2 സൂപ്പർ സ്റ്റാർസിൻ്റെയും മുഖസ്തുതിയിൽ വീഴുന്ന ഒരു പ്രശ്നം കുറച്ച് കൂടുതലാണ്. അപ്പം ഇത്രയും വലിയൊരു ഷോ റൺ ചെയ്യുന്ന മോഹൻലാലാണ്, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇതിന് 2 രീതിയിൽ കാണാം. തൻ്റെ ജോലി മാത്രമായിട്ടാണ് മോഹൻലാൽ കാണുന്നതെങ്കിൽ മോഹൻലാൽ നല്ല സിനിമകളും ചെയ്യുന്നുണ്ട്, മോശം സിനിമകളും ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്നെ ഏൽപ്പിച്ചൊരു ജോലി, ഞാനൊരു ആങ്കറായിട്ട് അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്തു പോകുന്നു എന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല പോർട്രേ ചെയ്ത്. ഇത് പോർട്രേ ചെയ്തിരിക്കുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ഷോ പോർട്രേ ചെയ്തിരിക്കുന്നത്. അതല്ല എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. ആ മോഹൻലാലിന് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മോഹൻലാൽ എന്ന വലിയ മനുഷ്യനായതുകൊണ്ട് സീരീസ് ഫാൻ ലാലേട്ടൻ ഫാനൊക്കെ എന്നിരുന്നാലും പറയാണ് മോഹൻലാൽ ഈ സെലിബ്രിറ്റീസിനെ ഭയങ്കരമായിട്ട് ഓവർ ഐഡലൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മോഹൻലാലിനെ പോലെയും മമ്മൂട്ടീനെ പോലെയും ഉള്ള നമ്മുടെ മെയിൻ ആക്ടേഴ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും കാലമായല്ലോ അവരെന്തായാലും ഇതിൽ മതിമറന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മുഖസ്തുതിയാണ് എന്നുള്ളതോ അല്ലെങ്കിൽ ചുമ്മാ പറയുന്നതാണെന്നുള്ളതോ അല്ലെങ്കിൽ ഇത് വേണ്ടാത്തൊരു കൾച്ചറാണെന്നുള്ളതോ മനസ്സിലാക്കി അതൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള മെച്യൂരിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് നമുക്കുള്ളത്. കഴിഞ്ഞ ദിവസം ഫാഫയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇപ്പോൾ പുള്ളി പറഞ്ഞത് ശരിയും ഇത്രയും കിടലിനൊരു ആക്ടർ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആക്ടിങ് എൻ്റെ പാഷനല്ല, ആക്ടിങ് ഞാൻ ജോലി മാത്രമായിട്ട് കാണാം, അതിനോട് ഞാൻ പ്രത്യേകിച്ച് എക്സ്ട്രാ കിട്ടുന്നില്ല, ഐം ഡിപ്പെൻഡ് ഓൺ സോ മെനി പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്ന സമയത്താണ് ഇപ്പുറത്ത് സിജോ വന്നുകൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത്. ഐ മീൻ 2-3 തവണ കേട്ടുകൊണ്ടാണ് ഇത് എടുത്ത് പറയേണ്ടതെന്ന് പോയി. ലാലേട്ടൻ എൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക എനർജി എന്നിലൂടെ ഒഴുകി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിജോ എന്ന വ്യക്തി ലാലേട്ടൻ ഷോയാളത്തെ എനിക്ക് തോന്നി. എന്നാലും ഞാൻ പറയുന്നത് സിജോ ഭയങ്കര അധികമായിട്ട് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ കൈ പിടിച്ചപ്പോൾ അയാൾക്ക് തോന്നിയ ഒരു വൈബൊക്കെ ആയിരിക്കാം. പക്ഷെ ലാലേട്ടർ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ യെസ് ഞാൻ ആ ശക്തി അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു മൗനം കൊടുക്കലുണ്ടല്ലോ, മറ്റേ ആൾ ദൈവങ്ങളൊക്കെ കൊടുക്കുന്ന പോലത്തെ. അത്രയ്ക്കൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഐ എക്സ്പെക്ട് ഫാഫയും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തുള്ള ആളുകൾ കാണുന്ന പോലെയുള്ള ഞങ്ങളും മണ്ണിലുള്ള മനുഷ്യരാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ചാൽ തെറ്റുകൾ വരുന്നതിനെ നമുക്ക് പൊറുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വലിയ ആക്ടർ ആയതുകൊണ്ട് മാത്രം അയാൾ ചെയ്യുന്ന എവറി ഡൂയിങ്സിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അഖിൽമാരാർ പറഞ്ഞതിൽ ആവശ്യം എനിക്ക് അത്ര അടുത്ത് വന്നിട്ടൊന്നുമില്ല. ഉപ്പ് നിന്നാൻ വെള്ളം കുടിക്കട്ടെ. പക്ഷേ ഏഷ്യാനെറ്റ് ഇങ്ങനൊരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ത്രൂ ഔട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നു ഐ ഫീൽ ലൈക്ക് ടു സപ്പോർട്ട് അഖിൽ. പുള്ളിക്കാരൻ പറയുന്നതും കാര്യങ്ങളും എല്ലാം ജെന്യൂനിറ്റി ഉണ്ട്, ഇതിലേക്കൊന്നും നേടേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കണ്ട ലോകം എന്നല്ല, ഇനി എന്താണോ മറിഞ്ഞു തിരിഞ്ഞ് നാളെ അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂർ ഒരുങ്ങാൻ പോണെന്നുള്ള അറിയത്തില്ല. എനിവേസ് ഇറ്റ്സ് ഫൺ. ഞാൻ ഇനി ഈ ഷോനെ കാണുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് ലൈഫിൽ നമ്മളൊരു ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് കേസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു തരത്തിൽ പറയാൻ പറ്റില്ല, പണ്ട് ആൾക്കാരെ തമ്മിൽ തല്ലിച്ചിട്ട് കയറിയിരുന്ന മറ്റേ പവലിയനിലിരുന്ന് കാണുന്ന പോലത്തെ സൈക്കോത്തരമാണ്. ബട്ട് we all are into that.